അറിയോ ഇനി നിങ്ങൾ കാണാൻ പോണത് ഇങ്ങനെയൊക്കെ തെളിവില്ലെങ്കിലും ഈ ശിർക്കിലേക്ക് മനുഷ്യന്മാര് പോണും കൂടെ ആലോചിച്ച് നോക്ക്. എന്താ ഒരു മുസ്ലിയാർ ദുആ ചെയ്യാൻ പോവാണ്. മൂപ്പര് പറയുന്നു യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്ന് വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് പല പല വിഷയങ്ങൾ എന്റെ സഹോദരങ്ങളെ ഒരു മുസ്ലിയാർ എണ്ണി പറഞ്ഞ് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാം ഖൗമ് ആമീൻ ആമീൻ എന്ന് പറയുന്നു. നമ്മൾ തർക്കം മാറ്റിവെച്ച് ആലോചിച്ചോ, ആമീൻ എന്ന് പറയേണ്ടത് എപ്പോഴാ? ഇവിടെ മുസ്തഫൽ വൈസി പറഞ്ഞല്ലോ ഇസ്തിഗാഥ പ്രാർത്ഥന എന്ന പദങ്ങളുള്ള ചർച്ച. സഹോദരങ്ങളെ ആ പ്രാർത്ഥന എന്നോ ഇസ്തിഗാഥ എന്നുള്ള പദം തെൽക്കാലം നമ്മൾ മാറ്റിവെച്ചിട്ട് ആലോചിക്ക്. ആമീൻ എന്ന് പറയേണ്ട ആ സംഗതി ആരോടെ നടത്തേണ്ടത്? അള്ളാനോടല്ലേ? നമുക്ക് തർക്കണ്ടോ? അള്ളാനോട് നമ്മളെപ്പോഴും ആമീൻ പറയല്. ഒരാൾ ദുആ ചെയ്യാണ്, ദുആ ചെയ്ത് അല്ലാഹുമ്മ റബ്ബന റബ്ബി എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്നു. അപ്പോഴല്ലേ ആമീൻ പറയാറുള്ളത്? അപ്പോഴല്ലേ ആമീൻ പറയാറുള്ളത്? സഹോദരങ്ങൾ നിങ്ങൾ കാണുക എന്താ പറയുന്നത്. ഈ മനുഷ്യൻ മുസ്ലിയാർ ദുആ ചെയ്യുന്നു യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അല്ലാഹുവിന്റെ റസൂലിനോടാണ്. ഖൗമ് അതിന് ആമീൻ പറയുന്നു. ഈ ആമീൻ എന്ന് പറയേണ്ട വിഷയം ഏതാണോ അത് അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന വിഷയത്തിൽ തർക്കമുണ്ടോ? പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കിടയിൽ ആ ഒരു ബോധത്തോടെ ആ രംഗം ഒന്ന് കാണുക നിങ്ങൾ. ഞങ്ങളെ കറുത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ, ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് വയാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ, അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാഹ്, വെറുതെയാക്കല്ല നബിയേ, അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ. അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള സയ്യിദനായ റസൂലല്ലാഹ് അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങൾ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ. ഇവിടെ സഹായിച്ച എല്ലാ മുഅ്മിനാത്തുകൾക്കും അതിന്റെ തൗഫീഖ് കൊടുക്കണേ റസൂലല്ലാഹ്. ഞങ്ങളെ വാക്കുലേരകളോ പ്രവൃത്തിയിലേരകളെ സദസ്സിലോ മജ്‌ലിസിലോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ നബിയേ. ആമീൻ നീട്ടി പറയണം. എപ്പോഴാണ് ഈ ആമീൻ പറയല്? നിങ്ങൾ ആലോചിച്ചോളൂ, എപ്പോഴാണ് നമ്മൾ പറയല്? അള്ളാഹിനോട് ചെയ്യുമ്പോഴല്ലേ. നമ്മളതിന് ഇസ്തിഗാഥന്നോ പ്രാർത്ഥനന്നോ ദുആന്നോ എന്ത് തൽക്കാലം പറഞ്ഞാലും എപ്പോഴാണ് നമ്മൾ ആമീൻ പറയല്? അള്ളാഹിനോട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ്. ഈ പറഞ്ഞതോ ആമീൻ പറഞ്ഞല്ലോ ഇവിടെ. ഈ പറഞ്ഞതാരോടാ? യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, അല്ലാണോ? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നമുക്ക് ആലോചിച്ചൂടെ സഹോദരങ്ങളെ? ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണ്ടേ നമുക്ക്? ഞാൻ പറഞ്ഞല്ലോ, വാശിയോട് രക്ഷപ്പെടാൻ കഴിയോ? ഇല്ല. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹോദരങ്ങളെ നമ്മൾ അടിസ്ഥാനപരമായി കാര്യം സ്വീകരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ അവര് പറഞ്ഞതാണെന്ന് കരുതി നമുക്ക് അവിടെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ? യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ. ആ മനുഷ്യന്മാരുടെ മുഖങ്ങൾ ആ നരകത്തിൽ ഇങ്ങനെ മറിച്ചിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർ പറയുന്നു, യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ. മാത്രമല്ല അവർ പറയുന്നത് വഖാലു റബ്ബനാ ഇന്നനാ അതഅനാ സാദതനാ വ കുബറാഅനാ ഫഅളല്ലൂന സബീല. അല്ലാഹ്, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരനുസരിച്ചു പോയി, ഞങ്ങളുടെ വലിയ വലിയ കാര്യപ്പെട്ട ആൾക്കാരനുഗതി അനുസരിച്ചു പോയി. ഫഅളല്ലൂന സബീല, അവർ ഞങ്ങൾ വഴിതെറ്റിച്ചതാണ് അല്ലാഹ്. അതേപോലെ മൊയ്ലിയന്മാർ ദുആ ചെയ്തു, നമ്മളെ കൗമോ അത് ശരിയാണെന്ന് കരുതി ആമീൻ പറഞ്ഞു, ആട് പോയി പരലോകത്തെത്തി. അവിടെ വെച്ച് നരകത്ത് വെച്ച് മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുകൊണ്ട് ചൂടാക്കി
അവനെ ശിക്ഷിക്കുന്ന സന്ദർഭത്തിൽ പടച്ച റബ്ബേ ഈ നേതാക്കന്മാർ പറഞ്ഞതുകൊണ്ട് ചെയ്തു പോയതാണ് എന്ന് ആ നരകത്തിൽ വെച്ച് വിലപിച്ചതുകൊണ്ട് കാര്യമില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. മാത്രമല്ല റബ്ബനാ ആതീഹിം ളിഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ, അല്ലാഹ് നീ ഇവർക്ക് ഇരട്ടി ശിക്ഷ നൽകണേ, വലിയ ശാപം ഇവർ ശപിക്കുകയും ചെയ്യണേ നാഥ എന്നാ മനുഷ്യന്മാർ നരകത്തിൽ നിന്ന് പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എത്തണേ മുമ്പ് ആലോചിച്ചോളി. മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ആ മരണം സംഭവിക്കുന്നത് ആലോചിച്ചോ. നേതാക്കന്മാർ രക്ഷപ്പെടുത്തുമെന്ന് കരുതി അവർ ദുആ ചെയ്ത് തന്നതല്ലേ, ഉസ്താദുമാരല്ലേ എന്ന് കരുതി അതുമായി പോയാൽ ശിർക്ക് ചെയ്താൽ നിസ്കാരം ബാത്തിലായി, നോമ്പ് ബാത്തിലായി, മുഴുവൻ അമലും ബാത്തിലായി, പരലോകത്തുമ്പോ രക്ഷക്കാരും ഉണ്ടാവില്ല എന്ന ബോധം നമുക്ക്